അള്ളാഹു പൈസ തന്നിക്കണ്, നമ്മക്ക് ഭാര്യയെ തന്നിക്കണ്, നമ്മക്ക് മക്കളെ തന്നിക്കണ്, നമ്മക്ക് വണ്ടി തന്നിക്കണ്. എന്തിനറിയോ? നമ്മക്ക് ജീവിക്കാന്. ഇന്റെ ഏട്ടന് വേറെ പെണ്ണുങ്ങളെ കൊടുത്തിക്കണത്, വേറെ കുട്ടികളെ കൊടുത്തിക്കണത്, വേറെ പൈസ കൊടുത്തിക്കണത്, വേറെ വണ്ടിയെ കൊടുത്തിക്കണത്. എന്തിനറിയോ? ആ പൈസയും ആ വണ്ടിയും ആ കുടുംബവുമായിട്ട് അവന് ജീവിക്കാനാണ്. അതും ഇതുമായിട്ട് ഒരു ബന്ധമല്ല. നമുക്ക് എവിടെയാ പഴക്കാൻ തുടങ്ങിയതറിയോ? നമ്മൾ അയലോക്കത്ത് കൂടെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ കൊടുത്തതും ഇവിടെ കിട്ടിയതും അവനുണ്ടാക്കണതും ഇവനുണ്ടാക്കണതും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്റെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി. ആ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി എന്റെ കുടുംബ ജീവിതത്തിൽ ആദ്യം പ്രശ്നം തുടങ്ങി. നിങ്ങൾ നോക്കിക്കോളി, കടം വന്ന അനാവശ്യത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞത് ഒരു നിർവാഹമില്ലാതെ കടം വാങ്ങാൻ പറ്റില്ല കേട്ടോ. അനാവശ്യമായും ധാരാളിത്തത്തിനും ആൾക്കാർക്കിടയിൽ തറവാട് പെര മുമ്പ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചിന്, കുറവാകാൻ പറ്റൂലല്ലോ, മോശമാകാൻ പറ്റൂലല്ലോ, ഇതൊക്കെ ശൈത്താനിയത്തിന്റെ വാക്കാണ്. ഇതൊന്നും ദീനായിട്ട് ബന്ധപ്പെട്ട വാക്കല്ല. ഇതൊന്നും ദീനായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മുടെ നാവിലൂടെ ചുറ്റിക്കിറങ്ങുന്ന വാക്കാണ്. എന്തറിയോ? നമ്മൾ മോശമാകാൻ പറ്റൂലല്ലോ, എന്നിട്ട് ആയിക്കോട്ടെ, അത് തന്ന പൈസ കൊണ്ടല്ല. നമ്മൾ വിചാരിച്ച പോലെ ആകാനും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മളാണ് ജീവിച്ചിട്ട് പൈസ തികയാതെ വരുമ്പം കടം വാങ്ങാൻ തുടങ്ങുക. എന്നിട്ട് അതിന് നമ്മൾ ന്യായം പറയാം. മനുഷ്യന്മാർക്കാണ് ഈ കടണ്ടാവും, മനുഷ്യന്മാർ കടണ്ടാവും, അത് അത്യാവശ്യത്തിനാണ്. അവനാന്റെ മനസ്സിൽ മുഴുവൻ ആഗ്രഹങ്ങൾക്കും വേണ്ടി കടം വാങ്ങി അവസാനത്ത് പലിശയ്ക്ക് എത്തിയിട്ട് ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങി ആദ്യം പൊട്ട കുടുംബാണ്. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ നമ്മുടെ കുടുംബജീവിതത്തിൽ അതിനെ തകർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അതിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ വരുന്ന അവിഹിത ബന്ധങ്ങൾ കുടുംബത്തെ മുച്ചൂടും ഇല്ലാതെയാക്കുകയും ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന വലിയ തെറ്റാണ് എന്ന് നമ്മൾ പറയുകയുമുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ ദുരഭിമാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കടങ്ങളും മറ്റുള്ളവർക്കൊപ്പിച്ച് നമ്മൾ ജീവിച്ചുണ്ടാക്കിയ പലിശയുമാണ് ഈ കാര്യം. ഇത് രണ്ടും സത്യത്തിൽ പുതിയ കാലത്ത് കുടുംബങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നതിന് തലമുറകളോളം തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത് വല്ലാഹു ജഅല ലക്കുമുൽ ഖിയാമ എന്നാണ്. ജീവിക്കാൻ ആവശ്യമായതാണ് അല്ലാഹ് നമുക്ക് നൽകിയത്. അത് ഹലാലായ രൂപത്തിൽ അതിനെ വർദ്ധിപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം, ഒരു സംശയമല്ല. പക്ഷേ അതുമ്മ തൃപ്തിപ്പെടാതെ ഭാര്യയും ഭർത്താവും ആരും ആയിക്കോട്ടെ മക്കളും
അതിന്റെ മുകളിലേക്ക് മറ്റുള്ളവർക്കൊപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയൊരു സംസ്കാരം നമ്മുടെ വീട്ടിലും നമ്മുടെ അങ്ങാടിയിലും വന്നപ്പോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ കുടുംബത്തിന്റെ ഒപ്പം സന്തോഷത്തിൽ ജീവിക്കാനെന്നായിരുന്നു. ആ സന്തോഷം വീട്ടിൽ നിന്നാണ് പോയി, ആ ആനന്ദം വീട്ടിൽ നിന്നാണ് പോയി, ആ ആഹ്ലാദം അന്നു മുതൽ നമ്മളെ വീട്ടിൽ നിന്ന് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുക? എപ്പോഴുണ്ടാകുക? നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുമ്പോഴാണ് ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകുക. കാരണം മനസ്സമാധാനം ഉണ്ടാകുമ്പോഴേ വീട്ടിൽ നല്ലപോലെ വർത്താനം പറയാൻ കഴിയുള്ളൂ. നല്ലതുപോലെ വർത്തമാനം പറയുമ്പോഴേ ഭാര്യയും മക്കളും തമ്മിൽ അടുപ്പുണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു, സ്നേഹത്തോടുകൂടി നമ്മുടെ കുടുംബാംഗങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോഴാണ് മക്കൾക്ക് വാപ്പ എന്നുള്ള ഇഷ്ടം വരിക. അപ്പോഴാണ് ഇക്കാക്ക വന്നു എന്നുള്ള സ്നേഹം ഭാര്യക്ക് ഉണ്ടാകുക. ഉമ്മമാരെ, നിങ്ങളെ ഇക്കാക്ക വരുമ്പം, മക്കള് വരുമ്പം മനസ്സു തുറന്ന് സന്തോഷത്തോടുകൂടി സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം ആ വീട്ടിൽ സന്തോഷമായി മാറുക. അതിന് അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ മനസ്സംതൃപ്തിയോടുകൂടി സംസാരിക്കാൻ കഴിയണം, ഇരിക്കാൻ കഴിയണം, കിടക്കാൻ കഴിയണം എന്നാണ്. നമ്മുടെ ആർഭാട ജീവിതം കൊണ്ടും മറ്റുള്ളവർക്ക് ഒപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചത് കൊണ്ടും നമ്മളിൽ കടവും പലിശയും വന്ന ആദ്യം പോകുക എന്താ അറിയോ? ഫസ്റ്റ് പോകുക മനസ്സമാധാനമാണ്. മനസ്സമാധാനം പോയാൽ പിന്നെ സംസാരം നമ്മൾ വിചാരിച്ച പോലെ ആകൂല. ടെൻഷനിൽ വീട്ടിലേക്ക് വരും, സംസാരം ഇഷ്ടപ്പെട്ട രൂപത്തിലാവൂല. മക്കളൊരു 2-3 ആഴ്ചക്ക് വാപ്പാനെ നോക്കും, നമ്മൾ നോക്കും, നമ്മൾ വേണ്ടത്ര പോലെ പരിഗണിക്കണില്ല, ഓര് നമ്മളേക്കെന്ന് അകലും. ഭാര്യ പറയുന്ന പലതും നമ്മൾ കേൾക്കണില്ല, ഭാര്യയും അകലും. ഭാര്യക്കാൻ ടെൻഷനെങ്കിൽ നമ്മൾ പറയുന്ന പലതും മറക്കുകയാണ്, നമുക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ആ വീട്, നമ്മുടെ കുടുംബം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലിച്ചില്ലിയായി മാറും. ഇതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതാളുകൾ സംസാരിക്കണ പോലുമില്ല. കുടുംബം തകരുന്നതിന്റെ അടിസ്ഥാനം പുതിയ കാലഘട്ടത്തിൽ അതിലൊന്ന് നമ്മുടെ ആർഭാടപരമായ ചിന്ത കൊണ്ട് നമ്മളിൽ വന്ന കടവും മറ്റുള്ളവർക്ക് ഒപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ വന്ന പലിശയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ സമുദായവും നശിക്കാനും ഓരോരോ കാരണം നബി പറഞ്ഞിട്ട് പറയട്ടോ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മളെ പറ്റിയിട്ടാണല്ലോ നബി പറയണത്. ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്തന, ഓരോ സമുദായം നശിക്കാൻ ഓരോ കാരണമുണ്ട്. വഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ സമുദായം, അതിലെ വ്യക്തികളാകട്ടെ കുടുംബാകട്ടെ, ഓല് തമ്മിൽ തെറ്റാനും അടിണ്ടാകാനും ബാപ്പാനെ മക്കൾ പരിഗണിക്കാതെക്കാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രതയുണ്ടാകാനും ആ വീട് സ്വസ്ഥതല്ലാതെയാകാനും എന്റെ സമുദായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അൽമാൽ, പൈസന്റെ വിഷയക്കാരം. ഇത് നബി എന്ന് പറഞ്ഞതാണ്. ഇത് ബാപ്പ എന്നുള്ളതൊക്കെ എന്റെ മനസ്സിലുണ്ടാകേണ്ടതാണ്. പൈസന്റെ പേരിൽ ഈ പെരയില് സങ്കരം ഉണ്ടാകാൻ പാടില്ല. കാരണം നബി പറഞ്ഞ കൂട്ടത്തിൽ ഞാനും എന്റെ പെരക്കാരും പെരാൻ പാടില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയതിന്റെ ഹലാലായ വർധനവിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, എനിക്ക് തന്നതിലും നിങ്ങൾക്ക് തന്നതിലും അതുകൊണ്ട് വീട്ടിൽ സമാധാനത്തിൽ കഴിയാൻ, ആ വാഹനത്തിൽ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ, ആ മക്കളെ കൊണ്ട് തൃപ്തിപ്പെടാൻ, ആ വീട്ടിൽ സമാധാനത്തിൽ നമ്മൾക്ക് കഴിയാൻ നമ്മൾ ശ്രമിച്ചാൽ ആ വീടും ആ കുടുംബവും നമ്മുടെ ഒപ്പം ഉണ്ടാവും. നബിന്റെ 2 ഹദീസ് പറഞ്ഞാൽ നമുക്കത് വ്യക്തമാവും. നബിന്റെ വാക്കിട്ടോ, ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഉമ്മമാരും ബാപ്പാരും മക്കളുണ്ടാകണം. ഖദ് അഫ്ലഹ, താഴെ പറയുന്നവനെ വിജയിക്കൂ, ഇനി പറയണോനെ വിജയിക്കൂ. അവനെ വിജയിക്കുള്ള പറഞ്ഞാൽ ഓൻ കല്യാണം കഴിച്ചാൽ അവന്റെ കല്യാണം വിജയിക്കണമെങ്കിൽ താഴെ പറഞ്ഞ സ്വഭാവം വേണം. അവൻ വാപ്പയായാൽ മക്കളും ബാപ്പയും തമ്മിലുള്ള ബന്ധം വിജയിക്കണമെങ്കിൽ താഴെ പറഞ്ഞ സ്വഭാവം വേണം. ഭാര്യമാരാണെങ്കിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിലും അമ്മായിമ്മ മരുമകൾ ജീവിതത്തിലും അമ്മോശങ്കാക്ക മരുമകൻ ജീവിതത്തിലും വിജയിക്കണമെങ്കിൽ താഴെ പറഞ്ഞത് വേണം. എന്താണ് ഈ പറഞ്ഞറിയോ? മൻ അസ്ലമ, ഒന്നവൻ മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെടണം. 2 വറുസിഖ കഫാഫൻ, അവൻ ആവശ്യമായത് അള്ളാഹ് ഓന് കൊടുത്തുകണ്, അത് കൊടുത്തോണ്ടിട്ടുണ്ട്. പൈസയായിട്ട്, വരുമാനമായിട്ട്, മക്കളായിട്ട്, വണ്ടിയായിട്ട്, വീടായിട്ട് ഞാൻ കൊടുത്തോണ്ടിട്ടുണ്ട്. ആ തന്നതിൽ അവൻ തൃപ്തിയോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വീട് ദുനിയാവിലെ സ്വർഗാക്കും, അവന്റെ കുടുംബത്തെ ഞാൻ സന്തോഷമുള്ള കുടുംബാക്കും, അവരുടെ വീട്ടിലെ ഓരോരുത്തർക്കിടയിൽ ഞാൻ സ്നേഹവും ഇഷ്ടവും ഉണ്ടാക്കി കൊടുക്കും. നബി വീണ്ടും പറയണം, തൂബ,
തൂബ എന്ന് പറഞ്ഞാൽ അറിയോ? ആശംസകൾ, മംഗളങ്ങൾ, അഭിനന്ദനങ്ങൾ. ആർക്ക്? ലിമൻ ഹുദിയ ലിൽ ഇസ്ലാം. ഒരാൾ അള്ളാഹുവിന് കീഴൊതുങ്ങാൻ തീരുമാനിച്ചു, കഴിഞ്ഞില്ല. വകാന ഐശുഹു കഫാഫൻ വഖന്നഅഹു. പടച്ചോൻ കൊടുത്തതിൽ അവൻ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ബാക്കി ആരതും അവൻ പരിഗണിച്ചില്ല. അള്ളാഹ് എനിക്ക് തന്ന പൈസ കൊണ്ട് ഞാൻ വീടേറ്റും, ആ പൈസ കൊണ്ട് ഞാൻ വണ്ടി വാങ്ങും, ആ വരുമാനം കൊണ്ട് ഞാൻ എന്റെ കുടുംബം ജീവിക്കാൻ തീരുമാനിക്കുന്ന അവൻ തീരുമാനിച്ചാൽ ആ പെരയിൽ ഞാൻ ബർക്കത്തുണ്ടാക്കും, ആ വണ്ടിയിൽ ഞാൻ സമാധാനം കൊടുക്കും, ആ മക്കളിൽ അനുഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ അറിയാം, എനിക്കും നിങ്ങൾക്കും അള്ളാഹു പൈസ തന്നുകണ്, നമ്മക്ക് ഭാര്യയെ തന്നുകണ്, നമ്മക്ക് മക്കളെ തന്നുകണ്, നമ്മക്ക് വണ്ടി തന്നുകണ്. എന്തിനറിയോ? നമ്മക്ക് ജീവിക്കാന്. ഇന്റെ ഏട്ടന് വേറെ പെണ്ണുങ്ങളെ കൊടുത്തുകണത്, വേറെ കുട്ടികളെ കൊടുത്തുകണത്, വേറെ പൈസ കൊടുത്തുകണത്, വേറെ വണ്ടിയെ കൊടുത്തുകണത്. എന്തിനറിയോ? ആ പൈസയും ആ വണ്ടിയും ആ കുടുംബവുമായിട്ട് അവന് ജീവിക്കാനാണ്. അതും ഇതുമായിട്ട് ഒരു ബന്ധമല്ല. നമുക്ക് എവിടെയാ പഴക്കാൻ തുടങ്ങിയതറിയോ? നമ്മൾ അയലോക്കത്ത് കൂടെ അങ്ങനെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ കൊടുത്തതും ഇവിടെ കിട്ടിയതും അവനുണ്ടാക്കണതും ഇവനുണ്ടാക്കണതും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്റെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി. ആ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി എന്റെ കുടുംബ ജീവിതത്തിൽ ആദ്യം പ്രശ്നം തുടങ്ങി. നിങ്ങൾ നോക്കിക്കോളി, കടം വന്ന അനാവശ്യത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞത് ഒരു നിർവാഹമല്ലാതെ കടം വാങ്ങാൻ പറ്റില്ല കേട്ടോ. അനാവശ്യമായും ധാരാളിത്തത്തിനും ആൾക്കാർക്കിടയിൽ തറവാട്, പെര, മുമ്പ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചതിന് കുറവാകാൻ പറ്റൂലല്ലോ, മോശമാകാൻ പറ്റൂലല്ലോ, ഇതൊക്കെ ശൈത്താനിയത്തിന്റെ വാക്കാണ്. ഇതൊന്നും ദീനായിട്ട് ബന്ധപ്പെട്ട വാക്കല്ല. ഇതൊന്നും ദീനായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മുടെ നാവിലൂടെ ചുറ്റിക്കറങ്ങുന്ന വാക്കാണത്. എന്തറിയോ? നമ്മൾ മോശമാകാൻ പറ്റൂലല്ലോ, എന്നിട്ട് ആയിക്കോട്ടെ, അള്ളാഹ് തന്ന പൈസ കൊണ്ടല്ല. നമ്മൾ വിചാരിച്ച പോലെ ആകാനും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മളാണ് ജീവിച്ചിട്ട് പൈസ തികയാതെ വരുമ്പം കടം വാങ്ങാൻ തുടങ്ങുക. എന്നിട്ട് അതിന് നമ്മൾ ന്യായം പറയാ, മനുഷ്യന്മാർക്കാണ് ഈ കടണ്ടാവും, മനുഷ്യന്മാർക്കടണ്ടാവും, അത് അത്യാവശ്യത്തിനാണ്. അവനാന്റെ മനസ്സിൽ മുഴുവൻ ആഗ്രഹങ്ങൾക്കും വേണ്ടി കടം വാങ്ങി അവസാനത് പലിശയ്ക്കെത്തിയിട്ട് ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങി ആദ്യം പൊട്ട കുടുംബാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനാണ്. ഖുർആന്റെ ആയത്ത് എന്തറിയോ? അൽഹാക്കും, പടച്ചവന്റെ ശാപം കിട്ടിയവർ, നശിച്ചുപോയവർ. നമ്മൾ നേർക്കുന്നില്ല പറഞ്ഞ കുത്തുവാളയെടുത്തവർ. ആര്? അത്തകാസുർ, മറ്റോനെക്കാളും എനിക്ക് പൊന്തണം എന്നുള്ള നിലക്ക് ഈ ദുനിയാവിൽ ജീവിക്കണോ. ഞാൻ യുവാക്കളെ, നമുക്കെന്തിനാണ് നമുക്കൊരു വണ്ടിന്റെ അരികൊളി? നമ്മൾ എന്തിനാണ് പലിശക്ക് പൈസ എടുത്താണ്ട് ഐഫോണിന്റെ 70 പ്രോയും 17 ഒക്കെ നമ്മളിപ്പോ പുതിയ വാങ്ങണം? എന്തിനാ? നിലവിലുള്ള ഫോൺ തികയാത്തോണ്ടല്ല. ചിലർക്ക് അത്യാവശ്യം ബിസിനസിന്റെ കാര്യത്തിനുണ്ടാവും, അതിന് കുറ്റം പറയില്ല. നമുക്ക് നിലവിലുള്ള ഫോണിന്റെ മുകളിൽ നമ്മൾ EMI അടച്ച് പലിശ കൊടുത്തിട്ടൊരു ഫോൺ വാങ്ങണതിന്റെ ഒറ്റ ലക്ഷ്യങ്ങൾ പറഞ്ഞാണ്. ഒറ്റ ലക്ഷ്യം എന്തിനറിയോ? അതിങ്ങനെ ആൾക്കാർക്കടിയൂടെ കാട്ടിയിട്ട് ഞാൻ മോശക്കാരനെല്ലാം തെളിയിക്കാൻ. വേറൊരു ആവശ്യങ്ങൾ പറഞ്ഞാണ്. വേറൊരു ആവശ്യം, എനിക്കൊരു ബൈക്ക് ഉണ്ടായിട്ട് ഞാൻ രണ്ടാമത് വേറൊരു 1.5 ലക്ഷത്തിന്റെയും 2.5 ലക്ഷത്തിന്റെയും ബൈക്ക് വാങ്ങി ബാക്കത്തെ സീറ്റും കട്ട് ചെയ്ത് പുകക്കോലിന്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഞാൻ അടവണ്ണങ്ങാടി കൂടെ ടക് ടക് എന്ന് പോണീന് നിങ്ങൾ ദുനിയാവിൽ ഒരൊറ്റ ലക്ഷം പറഞ്ഞാണ്. എന്താ അറിയോ? ഞാൻ എന്റെ വാപ്പാന്റെ കുടുംബത്തിന് തറവാട് പെട്ടവനാണ്, അതിന് പറ്റിയൊരു ടീഷർട്ട് ഇട്ടിട്ട് ആൾക്കാരി കൂടെ 4 അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ സംഭവമാണ്, അത് ആൾക്കാർ അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ അവനാന്റെ വാപ്പാന്റെ അമ്മാന്റെ ഒക്കെ പൈസ വാങ്ങിയിട്ട് നാട്ടിലത്തെ 21കാരനും 22കാരനും കൊടുത്തിട്ട് 4ഉം 5ഉം 8ഉം 10ഉം കോടി പോയി കിടക്കണില്ലേ? അതെങ്ങനെയാ നമ്മുടെ നാട്ടിൽ വന്നത്? 280 കോടി എങ്ങനെയാ പോയത് നമ്മുടെ നാട്ടില്? ഇൻസൈഡും ചെയ്ത് ഏതെങ്കിലും ഒരു ഹുക്കിന്റെ അവിടെ ഐപോഡിന്റെ എത്ര പോകുന്ന കട്ടിൻ തൂക്കി വന്ന് കൂളിംഗ് ഗ്ലാസ് ഇട്ട് എവിടുന്നെങ്കിലും ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന BMW ആയിട്ട് വന്നാൽ നമ്മൾ പൈസ കൊടുക്കുന്നടത്തേക്ക് എങ്ങനെ എത്തിയത്? ഈ കിബിറോണ്ടാണ്, ഈ അഹങ്കാരം കൊണ്ടാണ്. പള്ളി മിമ്പറമെന്ന് എത്ര വട്ടം അള്ളാന്റെ ഹദീസും അള്ളാഹുവിന്റെ വാക്കും പ്രവാചകന്റെ ഹദീസും പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യുവാക്കളെ നമ്മുടെ വീട്ടിൽ സ്വസ്ഥത പോയില്ലേ? ഉമ്മാരേക്കാൾ എവിടെ പണ്ടം? ബാപ്പാരേക്കാൾ എവിടെ ആധാരം? ഏതാ പോയത്? ആർക്കാ പോയത്? അവനാന്റെ വീട്ടിൽ പോയി, അവനാന്റെ കുടുംബത്തിൽ പോയി. അള്ളാഹുവിനെ വിട്ടു, റസൂലുള്ളാഹിനെ വിട്ടു, മോട്ടിവേഷൻ സ്പീക്കർമാരുടെ കൂടെ പോയി. എന്തറിയോ? റിസ്ക് എടുക്കാത്തവന് വിജയമില്ല. നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ പോകണ്ട. എന്നിട്ട് അവരോടൊക്കെ പറയും ഞങ്ങൾ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് അള്ളാന്റെ മാർഗത്തിലല്ല, ഹറാമായ മാർഗത്തിൽ. പൈസ എവിടെ? റിസ്ക് എടുത്തതാണ്. പൈസ എവിടെ?
നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ആധാരവും നമ്മുടെ പണ്ടവും നമ്മുടെ പെരയും കൊടുത്തത് ഈ ആർത്തിയുടെ പേരിലാണ്. കടം വന്നു. ഇപ്പൊ എന്തായി അറിയോ? ഉമ്മ മകനോട് തെറ്റി, മകൻ ബാപ്പാണ്ട് തെറ്റി, രണ്ടുപേരും മിണ്ടാതായി. ആർക്ക് പോയി? മസ്കൻ എന്ന് അള്ള വിളിച്ച വീട്ടിൽ, സമാധാനത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് വിളിച്ച നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാതെ പ്രാഗി പറഞ്ഞ് കുടുംബം ജീവിക്കാൻ തുടങ്ങി. ഇത് ഇത് അവസാനിപ്പിക്കണം. ഇത് നമ്മുടെ കുടുംബത്തിൽ നിർത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഹദീസുകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മുടെ നാട്ടില് ഒരാൾ വീട് കയറ്റി, ഞാനിത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ സോളെ, വീട് കയറ്റിയിട്ട് ആ വീട്ടിൽ സന്തോഷത്തിൽ ജീവിക്കണ മനുഷ്യന്മാരുണ്ട്. വീട് കയറ്റിയ അന്ന് മുതൽ മരിക്കും വരെ ആ പെരയിൽ സമാധാനമില്ലാതെ ജീവിക്കണവരുണ്ട്. നമ്മുടെ നാട്ടിലില്ലേ? എന്താ തമ്മിൽ വ്യത്യാസം? ഇന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയില്ലേ എന്തോ തമ്മിൽ വ്യത്യാസം? ഒരു വീട് കയറ്റിയിട്ട് ആ വീട്ടിൽ സമാധാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. ആ വീട് കയറ്റിന്റെ പേരിൽ മരിക്കണത് വരെ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഏസി ഇല്ലാത്തോണ്ടല്ല കേട്ടോ, അല്ല. എന്തുകൊണ്ടറിയോ? ആദ്യത്തോന് ഓന് കിട്ടുന്ന വരുമാനം കണക്കാക്കി ഓന് പറ്റാവുന്ന വീട്ടാവുന്ന കുറച്ച് കടങ്ങളൊക്കെ വാങ്ങി അവൻ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇങ്ങനെ വീടാകട്ടെ, ഇൻഷാ അല്ലാഹ് ഇനി കുട്ടി ഗൾഫിലൊക്കെ പോയി എനിക്കൊന്നും കൂടി മുകളിലേക്ക് സമ്പത്തൊക്കെ വരുമ്പം അപ്പൊ നമുക്കൊന്നും കൂടി ശരിയാക്കാം. അതിനനുസരിച്ച് നമുക്ക് തറട്ട് വെക്കാം, അതിനനുസരിച്ച് നമുക്ക് കമ്പി കയറ്റി വെക്കാം, അതിനനുസരിച്ച് കുറച്ചും കൂടി സ്ഥലം നമ്മൾ കണ്ടുവെക്കാം. അവൻ ഉള്ളത് കൊണ്ട് വീട് കയറ്റി ആ വീട്ടില് ബാപ്പിമ്മയും കുട്ടികൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണ്, ജമാഅത്തിന് പള്ളിക്ക് വരുന്ന്, റമളാനിൽ ഒന്ന് നോമ്പോർക്കണ്, പള്ളിന്റെ എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ ബാപ്പി മക്കൾ ഓരോരുത്തർ 500 പീച്ച കൊടുക്കണ്. എല്ലാ നന്മക്കൾക്ക് സമയമുണ്ട്. നമ്മളെന്താ ചെയ്തറിയോ? നമ്മൾ വട്ടത്തിലാണ് കൂടിയിരുന്ന്. നമ്മളെ കയ്യിൽ 30 ലക്ഷം ആണെങ്കിൽ നമ്മൾ 75 ലക്ഷത്തിന്റെ പ്ലാൻ ഇടാൻ തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്തറിയോ? എവിടുന്ന 75 ലക്ഷം അറിയില്ല. അപ്പൊ ഖുർആൻ ഹദീസൊക്കെ ഒഴിവാക്കി, പള്ളിക്കമ്മയ്ക്ക് ഒഴിവാക്കി, പ്രസ്ഥാനം ഒഴിവാക്കി, നാട് ഒഴിവാക്കി, ആയത്ത് ഒഴിവാക്കി, ഒക്കെ ഒഴിവാക്കി. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ 25 ലക്ഷം ബാങ്കിൽ നിന്നാണ് എടുത്തു. 25 ലക്ഷം ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞെടുക്കുകയാണ് അതൊക്കെ വീട്ടാൻ കഴിയും. എന്നിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. ഗൾഫിൽ നിന്ന് മകൻ 10, രണ്ടാമത്തോൻ 10, ഇങ്ങളെ വക 8, എല്ലാം പാടെ കുടുംബത്തിന് ഒപ്പിക്കാം. അതിനിടയ്ക്ക് ആശുപത്രി കേസ്, അത് പെണ്ണുങ്ങളിൽ നമ്മൾ ഈ തീരുമാനത്തിലില്ല ഇല്ല. അതിനിടയ്ക്ക് മുട്ടുങ്കാലിന്റെ ഓപ്പറേഷൻ ഇല്ല, അതിന്റെ ഇടയ്ക്ക് ശ്വാസം മുട്ടൽ എന്ന് ഇല്ല, അതിന്റെ ഇടയ്ക്ക് ബൈപ്പാസ് ഇല്ല, അതൊന്നുമില്ല. ഓരോ മാസവും 50,000, 30,000, 70,000 EMI-യും പലിശയായിട്ട് ജീവിതം ഇങ്ങനെ പോവുക. അതിന്റെ ഇടയ്ക്ക് 4 ആശുപത്രി കേസ്, 3 മാസം മുടങ്ങി കഴിഞ്ഞു. എന്നിട്ട് ആ വീട്ടില് സ്വസ്ഥതല്ല. ആൾക്കാർ ജപ്തി നോട്ടീസ് വരുന്ന പേടി, ആൾക്കാർ തെരഞ്ഞു വരുന്ന പേടി, ബാങ്കുകാർ തെരഞ്ഞു വരുന്ന പേടി. അപ്പുറത്ത് 1800 സ്ക്വയർ ഫീറ്റിന്റെ പേരിൽ നമ്മൾ അയലോക്കക്കാരൻ സന്തോഷത്തിൽ ജീവിക്കുമ്പം 5000 സ്ക്വയർ ഫീറ്റിൽ ഞെട്ടി ഞെട്ടി ജീവിക്കുക. ആർക്കാ സമാധാനം? ഇവിടെ നമ്മളെ ധാരണ എന്താ അറിയോ? ഇന്നെ പറ്റിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര മതിപ്പാണ്. കാരണം 5000 സ്ക്വയർ ഫീറ്റിലൊക്കെ പെര വെച്ചു, BMW കാറൊക്കെ ഉണ്ട്, മക്കൊക്കെ കയ്യുമ്മലൊക്കെ മോതിരുണ്ട്, മക്കൾക്ക് ഇങ്ങനെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഉണ്ട്. നിന്നെ പറ്റി നല്ല മതിപ്പ്. അങ്ങാടിയിൽ ചോദിച്ചാൽ മതി നമ്മളെ പറ്റി നല്ല മതിപ്പാണോ? നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും സോങ്ങളെ ഈ അല്പത്തരം അറിയാം. ഞാനാ ചെയ്തെങ്കിൽ അല്പത്തരം അറിയാം, അല്പത്തരാണ് പറയാ, അല്ലാതെ അത് വലിയ സംഭവമായിട്ട് പറയില്ല. ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാണ് എന്നെ പറ്റി നല്ലത് പറയണേ, ഞാനിങ്ങനെ ചെയ്യണം. സഹോദരിമാരെ, ഇതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, വീടിന്റെ ഭരണാധികാരി നിങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ അനാവശ്യ ചെലവും അമിതമായ ആവശ്യത്തിന് വേണ്ടിയുള്ള പലിശയും കടവും വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ നേതൃത്വം നൽകണോലാകരുത്. എന്താ നിങ്ങൾ നേതൃത്വം നൽകണോലാകരുത് പറയാൻ കാരണം, ഞാൻ എത്രയോ നല്ല കുടുംബിനികളുണ്ട് സമങ്ങളെ, എത്രയോ നല്ല പരീക്ഷന്മാര് പറഞ്ഞേക്കണ്. എന്റെ ഭാര്യ, ഞാനാണ് മൗലവി കുറച്ചൊക്കെ ഒരു ദൂർത്തൊക്കെ ഉള്ള ആള്, ഞാനാണ് ദൂർത്ത്, അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്റെ പെണ്ണുങ്ങൾ വളരെ മാന്യമായി ഒച്ചമ്പുളൊന്നും ഉണ്ടാക്കാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെലവാക്കി, ആവശ്യത്തിന് ചെലവാക്കി, എല്ലാം ഇങ്ങനെ നിയന്ത്രിച്ച് ഇങ്ങനെ വന്നു. ഇപ്പൊ എനിക്ക് അതിന്റെ ഹൈറ് ഞാൻ അനുഭവിക്കാൻ. ഓള് മക്കളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഇന്റെ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ തർത്തീബായിക്കൊണ്ട്. എത്ര നല്ല ഭാര്യമാർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്ക് ഹൈറ് നൽകുമാറാകട്ടെ. എത്രയോ നല്ല സഹോദരിമാരുണ്ട്. അതിന് പകരം സഹോദരിമാരെ, അവനാന്റെ ജീവിതത്തിലെ മുഴുവൻ ആഗ്രഹത്തിനും ഇക്കാക്കാന്റെ വരുമാനം കൂടി നോക്കാതെ ആവശ്യപ്പെട്ടാണ് ജീവിക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോവുക,
അങ്ങനെ എടുക്കുക. മൂപ്പരോട് വണ്ടി കുത്തർന്നോളി, ഞാൻ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാ വരിക. ലിസ്റ്റ് ഒന്നുമില്ല, ലിസ്റ്റ് അവനാന്റെ മനസ്സിലാ, പോവുക എടുക്കുക. എന്നിട്ട് ക്യൂ നിൽക്കുന്നിടത്ത് വെറുതെക്കുമ്പം 10 മിനിറ്റ് വെറുതെക്കല്ലേ, എന്നാ ഇവിടുന്ന് ഒരു 3 ചോക്ലേറ്റും കൂടി ഏറെ എടുക്കുക. ഓൺലൈനിൽ കണ്ട മുഴുവൻ സാധനത്തിന്റെ പുറമെ ഓൺലൈനിൽ ആദ്യം ഇക്കാക്കാനോട് പറയലേനി, ഇപ്പൊ കാക്കാനോട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വന്തമായിട്ട് ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടാക്കി വെച്ചിട്ട് അവനാന് വേണ്ടത് മുഴുവൻ ഓൺലൈനിൽ വേറെ വരുത്തുക. ഞാൻ ഒരിക്കലും ആവശ്യമുള്ള കാര്യത്തിന് പറ്റിയിട്ട് അല്ലട്ടോ സഹോദരിമാരെ പറയണത്, അല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിയിട്ട് സാങ്കല്പിക ലോകത്ത് ഇത് ആവശ്യമുണ്ടായേക്കാം, ഇത് ഉപയോഗിച്ചേക്കാം എന്ന നമ്മുടെ സാങ്കല്പിക ലോകത്ത് നമ്മൾ വാങ്ങിവെച്ച് വീട്ടിൽ ഉപയോഗിക്കാതെയോ 1-2 മാസം മാത്രം ഉപയോഗിച്ചിട്ട് പെൻഡിങ്ങിൽ കിടക്കുകയോ ചെയ്ത വസ്തുക്കൾ മാത്രം നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വീടിന്റെ പുറത്തേക്ക് എടുത്തുകൊണ്ടേ ഒരു നാട്ടിൽ കച്ചവടം തുടങ്ങാം. ഇത്രയും എങ്ങനെ ഉണ്ടായതറിയോ? നമ്മുടെ മനസ്സിലെ ദൂർത്തുകൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് പടച്ചോന്റെ വാക്കാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. ആൾക്കാർക്കിടയിൽ സംഭവാകാനും അഹന്തയോടുകൂടി ജീവിക്കാനും ഞങ്ങൾ പൈസക്കാരാന്ന് അറിയിക്കാനും കുറഞ്ഞോലെല്ലാം തെളിയിക്കാനും വേണ്ടി ജീവിക്കണ ഒരൊറ്റ കുട്ടിനെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല. ഒരു കുട്ടിനെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല. ഇതാണ് നമ്മുടെ കുടുംബം പൊട്ടിനിന്റെ രണ്ടാമത്തെ കാരണം. നമ്മളെ വീട് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വാപ്പാരെ ഉമ്മാരെ ആക്കിക്കോളി, സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ വീട് കയറ്റിയിട്ട് AC വെച്ചിട്ടും നിന്ന് വിയർക്കേണ്ടി വരും. അപ്പുറത്തോൻ ഫാൻ ഇട്ടിട്ട് കുളിയിൽ വന്നിട്ട് ഫാൻ ഒന്ന് കുറച്ചാന്ന് പറയുമ്പോ അപ്പുറത്ത് AC 16-ലിട്ടിട്ടും പെരന്റെ ഉള്ളിൽ നിന്ന് കച്ചറിക്കാരം. എന്തേ കാരണം എന്ന് വെച്ചാൽ കടം വീടുന്നില്ല. കടം വീടാത്തവൻ എന്ത് സമാധാനം ഉണ്ടാകുക? ഓന് സംസാരത്തിൽ റൊമാൻറ്റിക് വരൂല, ഉറപ്പല്ലേ? ഓന് കുട്ടികളെ കൊണ്ട്, ഞാൻ കടക്കാരനാണ്, എന്റെ കുട്ടി എന്നിട്ട് ബാപ്പ ഫീസ് എടുക്കാനായിക്കണം, എനിക്ക് ദേഷ്യം വരും. അതിന്റെ സംസാരത്തിൽ പ്രകടവും. എനിക്ക് കടണ്ടായ എന്റെ പെണ്ണുങ്ങൾ വന്നിട്ട് എന്റെ അഞ്ചത്തിന്റെ കല്യാണം ഉണ്ട്, എന്തെങ്കിലും കൊടുക്കണ്ട, എനിക്ക് ദേഷ്യം വരും. നിലവിൽ തന്നെ കടണ്ട്, അപ്പൊ എന്റെ സംസാരം പെരുമാറ്റം മാറും. എന്തിനേറെ എന്റെ ചങ്ങായിന്റെ കല്യാണത്തിന് വിളിക്കാൻ എനിക്ക് പേടിയാവും. പോയ എന്തെങ്കിലും കൊടുക്കണ്ടേ, നിലവിൽ തന്നെ കടണ്ട്. സോങ്ങളെ കല്യാണം നമുക്ക് ടെൻഷനായി, കുടുംബത്തിലെ നിക്കാഹ് ടെൻഷനായി, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സാധു മനുഷ്യന്റെ കിഡ്നിക്ക് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ച് ടെൻഷനായി, അങ്ങാടിക്ക് ഇറങ്ങുന്ന ടെൻഷനായി. എന്തേ പറ്റി? ഒറ്റൊന്നുള്ളൂ, അള്ളാനെ വിട്ടു. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചു. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ അറിയോ? നമുക്കിത് മനസ്സിലാക്കി തരും. അതുകൊണ്ടാണ് മിമ്പർമെന്ന് പറയണേ, ഇദാ ളഹറ സിന, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കുടുംബത്തിൽ വ്യഭിചാരം നമ്മൾ തുടങ്ങിയാൽ, വരിബ, നമ്മൾ കടവും പലിശയും പെരേക്ക് കയറ്റിയാൽ, ഫീ ഖറിയ, അതൊരു ഗ്രാമത്തിലാകട്ടെ ഒരു വീട്ടിലാകട്ടെ കയറ്റിയാൽ, ഫഖദ് അഹല്ലു, അവർ ആ വീട്ടുകാർ അള്ളാഹ്ക്ക് അനുവാദം കൊടുക്കുകയാണ്, ബി അൻഫുസിഹിം അദാബല്ലാഹ്, ഇന്നു മുതൽ അള്ളാന്റെ ശിക്ഷയും കോപവും ഈ വീട്ടുക്കും എന്നിലേക്കും ഈ നാട്ടുക്കും ഇറങ്ങിക്കോട്ടെ എന്ന് പടച്ചോൻ അനുവാദം കൊടുക്കുകയാണ്. അള്ളാന്റെ ശിക്ഷ എന്താ? പടച്ചോൻ ഭൂമി ഇങ്ങനെ കുലിക്കുക, ആ പെര മാത്രത്ത് കുലിക്കുക അല്ല, ആ പെരന്റെ ഉള്ളിലെ വ്യക്തികളിട്ട് കുലിക്കുവല്ല. നമ്മളെ അവസാനിപ്പിക്കണം. ഞാൻ ഇങ്ങനെ പറയണം എന്താ അറിയോ? പൈസനോടുള്ള ആർത്തി, കുറേ പൈസ പോയി. ഇപ്പൊ സ്വന്തമായിട്ടുള്ള വീട്ടിൽ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തിക്കണമെങ്കിൽ അത് അവസാനിപ്പിക്കണം. സഹോദരിമാരുടെ സഹാബി വനിതകൾ, ഇക്കാക്കമാർ അങ്ങാടി പോകുമ്പോ പറഞ്ഞ വാക്ക് നമ്മൾ എത്ര വട്ടം പറഞ്ഞാണ്, ഇയ്യാക വൽ ഹറാം, ഇക്കാക്ക കിട്ടണ പൈസ കൊണ്ടെന്നാ മതി, പക്ഷെ ഹറാമ് കൊണ്ടരണ്ട. പട്ടിണി സഹിക്കാം, നരകം സഹിക്കാൻ വയ്യ. സഹോദരിമാരെ, ഗൾഫിലൊക്കെ നിൽക്കുന്ന ഭർത്താക്കന്മാരെ പറ്റി നിങ്ങളെ മനസ്സിൽ ഉണ്ടാകേണ്ട എന്താ അറിയോ? നിങ്ങൾ നല്ല ഇണയാണ് നിങ്ങളെ മനസ്സിൽ ഉണ്ടാകുന്നത് അറിയോ? ഇക്കാക്ക അധിക കാലം ഗൾഫിൽ നിൽക്കാതെ ഞങ്ങൾ ഒന്നിച്ച് ഈ ദുനിയാവിൽ ഈ നാട്ടിൽ സ്വന്തം കുടുംബത്തിൽ ഒന്നിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി ഒരു കൂട്ടരോടാണ് നല്ല ഭാര്യ. ആകെ എത്ര കാല ദാമ്പത്യ ജീവിതം ഉണ്ടാകുക? 30-ാം വയസ്സിൽ ഗൾഫ് പോയാൽ, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, 30-ാം വയസ്സ് പോയാൽ 63-64 ആകുമ്പോതിന് വരും. ആകെ 30 കൊല്ല ദാമ്പത്യം. അതിൽ ഇക്കാക്കാനെ 35 കൊല്ലവും ഗൾഫിൽ തന്നെ നിർത്താനുള്ള സകല സാധനം ഇവിടെ ഇങ്ങനെ ചെയ്തെക്കുക. എന്നിട്ട് ഞാൻ ഗൾഫാറിന്റെ കുടുംബാണ്, എനിക്ക് പൈസ ഉണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ ഈ ദുനിയാവ് ജീവിക്കുക. അതിനേക്കാൾ വലിയ ക്രൂരത എന്താ? ഒരു മനുഷ്യനെ ഗൾഫിൽ നിന്ന് നാട്ടിക്ക് വരാൻ അയക്കാത്ത വിധം ഇവിടെ
കടണ്ടാക്കിയൊക്കെ പെരണ്ടാക്കുമ്പോ നമുക്ക് കുറയാൻ പറ്റൂല കേട്ടോ. മൂപ്പര ശമ്പളത്തിന്റെ ഇരട്ടി കടണ്ടാക്കുക. മൂപ്പര അതിങ്ങനെ വീട്ടിൽ വരുമ്പോത്തിന് നമുക്ക് കുട്ടികളൊക്കെ കുറച്ചും കൂടി ഉയർന്ന് പഠിപ്പിക്കണ്ടേ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണ്ടേ. ഒരു മാസം 1 ലക്ഷം, 3 മാസത്തിന് അല്ലെങ്കിൽ 1.5 ലക്ഷം. എന്നിട്ട് അദ്ദേഹം അതിങ്ങനെ വീട്ടിൽ വരുമ്പോഴേക്കും രണ്ടാമത്തെ കുട്ടിനെ, ഒന്നാമത്തവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് രണ്ടാമത്തേനും പറഞ്ഞേക്കണ്ടേ. ഇയാൾ അവിടെ കടന്ന് ജീവിച്ച് വെയിലും കൊണ്ട് അധ്വാനിച്ച് ഏട്ടന്റെ മകന്റെ കല്യാണത്തിനും വരാൻ വയ്യ, നാട്ടിലൊരു കാര്യത്തിനും വരാൻ വയ്യ, ഒന്നിനും വരാൻ വയ്യാതെ ജീവിതത്തിൽ വീടിനും കല്യാണത്തിനും പഠനത്തിനും ഫീസിനും ആശുപത്രി കേസിനും ഒക്കത്തിനും കഴിഞ്ഞ് 63-ാമത്തെ വയസ്സിൽ നിരച്ച് നെഞ്ചുവേദനയും വന്ന് നാട്ടിലേക്ക് എത്തിയിട്ട് 2 ദിവസം ഇവിടെ നിൽക്കുമ്പോത്തിന് പെണ്ണുങ്ങളെ വക നിങ്ങൾക്ക് എന്താ പഴയമാതിരി എനർജറ്റിക് ഇല്ലാത്ത, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പെരനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത? 35 കൊല്ലം ഗൾഫിൽ പോയിട്ട് നിങ്ങളൊന്നും നോക്കണം, അറ്റാച്ച്മെന്റ് ഉണ്ടാവുമെന്ന് അറിയാൻ. ഞാനിത് ഇങ്ങനെ പറയാൻ നിങ്ങളെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയോ? പടച്ചോനെ, ഇക്കാക്കാനെ ഞാൻ കാരണം അധികം ഗൾഫ് നാട്ടിൽ നിർത്താൻ കഴിയാത്ത വിധം ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഒന്നിച്ച്, ഞാനും എന്റെ കുട്ടികളും എന്റെ അക്കാക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയാൽ മതി. അതിനെന്താ തടസ്സം? കടാണെങ്കിൽ ആ കടം വരുത്താതെ ഞാനാ നോക്കണ്ടേ. അത് സഹോദരിമാര് തീരുമാനിക്കണം. എല്ലാ സൽക്കാരത്തിനും ഓലൊക്കെ എങ്ങനെയാവുമ്പോ നമ്മളറിട്ട് ഇങ്ങോട്ട് 1500 റുപ്യന്റെ പൊതിയും കൊണ്ട് നിങ്ങൾ പോകണം. നിങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റൂല, നിങ്ങൾക്ക് ടാക്സി തന്നെ വിളിക്കണം. കാരണം ഗൾഫിലാണ് ഭർത്താവ്. ഇതൊക്കെ നിങ്ങൾ ഇക്കാക്കാണ് ചോദിച്ചിക്കണോ? മൂപ്പർക്ക് സംതൃപ്തി ഉണ്ടോ? സുരക്ഷിതത്വത്തിന് വേണ്ടി ഗൾഫ് എന്ന് പറയും. പക്ഷെ നിങ്ങളാ തീരുമാനിക്കണ്ടേ. കാക്ക അങ്ങനെ പോയാല് 5 ഇരട്ടി പൈസയാണ്, നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും വരാൻ കഴിയില്ല, ഞമ്മക്ക് ഒന്നിച്ച് ജീവിക്കാണ് പ്രധാനം എന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ്. ഉമ്മമാരുടെ ഒരു വാക്കുകൂടി, ഉമ്മാരെ ഒരു കാര്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്ക് ചില ഭാരങ്ങൾ കുടുംബ ജീവിതത്തിൽ ജീവിക്കാൻ കഴിയാത്തവർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പറയൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് പറയണത്. ഉമ്മാരികൾ അറിഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടങ്ങളെ മക്കളെ തന്നെയാണ്, ഒരു സംശയമല്ല. പക്ഷെ ആ ഇഷ്ടത്തിന്റെ പേരിൽ ആൺകുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താ അറിയോ? ഒരു ആൺകുട്ടി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഓനൊരു 10-20 വയസ്സ് 22 വയസ്സാകുമ്പോഴേക്കും ഉമ്മമാർ സന്മനസ്സോട് കൂടിയിട്ടാ പറയണത്, ഇത് കുറ്റായിട്ടല്ല. ചെമ്മാരിങ്ങനെ 2-3 പെങ്ങന്മാരുണ്ടെങ്കിൽ ആ പെങ്ങളും ആ പെങ്ങളെ കുടുംബവും മരിക്കണത് വരെ നോക്കേണ്ട ഡ്യൂട്ടി ഈ ആൺകുട്ടി കൊടുക്കും. പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവർക്കും പൈസ അല്ലല്ലന്മാര്, എല്ലാവർക്കും കഴിയില്ല. ആങ്ങളമാരോട് പറയും വേണ്ട, സൂചിപ്പിച്ചാ മതി നോക്കണം. ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോഴേക്കും ഓനോട് പറയും, നോക്കി എന്റെ പഠനം നോക്കണം, എന്റെ ജോലി നോക്കണം, പെങ്ങളെ കെട്ടിക്കാനേക്കണ്. ഓൻ അന്ന് മുതൽ തുടങ്ങട്ടോ. ഓന് ജോലി എന്താ അറിയും ജീവിതത്തിൽ? പെങ്ങളെ കെട്ടിക്കാൻ, പിന്നീട് അധ്വാനിച്ച് ഇങ്ങനെ വരുന്ന് അതിന് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കി വരുമ്പോഴേക്കും പെങ്ങളെ കല്യാണം 1ാമത്തെ കഴിഞ്ഞു. ഓൻ അതിന്റെ കടങ്ങനെ വീട്ടിയോണ്ടിരിക്കുമ്പോഴേക്കും ആ പെങ്ങൾക്ക് കുട്ടി ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞു? ജമ്മോനാണ് എന്തെങ്കിലും ചെയ്യണം, ഓൻ പിന്നെയും കടം വാങ്ങൂട്ടോ. അതിങ്ങനെ ആയി വരുമ്പോഴേക്കും 2ാമത്തെ പെങ്ങളെ കെട്ടിക്കാനേക്കിട്ട് ഓനോട് പറയാണ്. അവൻ വീണ്ടും അധ്വാനിക്ക. ഓന്റെ കുടുംബജീവിതത്തെ പറ്റി എന്താ പറഞ്ഞു കൊടുക്കറിയോ? എല്ലാരും കഴിഞ്ഞിട്ട് എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. എന്നിട്ടോ 2ാമത്തെ പെങ്ങളിനെ നോക്കി വരുമ്പോഴേക്കും 1ാമത്തെ പെങ്ങക്ക് പേരുണ്ടാക്കണം. അപ്പോൾ അവനോട് പറയണം, നോക്കിയാ ഈ പെരയിലെ മൂത്ത കുട്ടിയാണ്, 2ാമത്തെ കുട്ടിയാണ്, പേരുണ്ടാക്കുമ്പോ നമ്മളെ വക എന്തെങ്കിലും വേണം, ഈ ഒരു 10 ലക്ഷം അയച്ചു കൊടുക്കട്ടോ. 3 ആളെ കെട്ടിച്ച് അവിടുത്തെ കുട്ടിയാൾക്ക് സ്വർണ്ണം ഉണ്ടാക്കി ഓർക്ക് പെര വെച്ചുകൊടുക്കുമ്പോഴത്തേനും ഇവൻ പകുതിയായി, ഇവൻ മുക്കാഭാഗല്ലാതായി. എന്നിട്ട് ഓന് 2-3 മിനിറ്റ് ഓന്റെ പെണ്ണുങ്ങളോട് കല്യാണം കഴിച്ചിട്ടൊന്ന് സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെ പെണ്ണുങ്ങളെപ്പോ കൊഞ്ചി പെരി കുത്തിറക്കാണില്ലേ, കഴിഞ്ഞു, ഓന്റെ ജീവിതം കഴിഞ്ഞു. ഇത് ക്രൂരതയാണ്. അവനാന്റെ പെൺകുട്ടികളോടും അവരുടെ മക്കളോടും മാത്രം ഈ പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക വിരുദ്ധാണ്. അതൊരാങ്ങളോട് സൂചിപ്പിച്ചാൽ മതി, നോക്കണ്ട ഓലെ കാര്യം നോക്കണം. ഇതേ കാര്യം ഇന്ന് വരെ ഉമ്മാരെ നിങ്ങൾ മനസ്സാക്ഷിയെ തൊട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ ആങ്ങളമാർ, ആൺകുട്ടികൾ പെങ്ങന്മാരെയും മക്കളെയും അവരെ വീടുണ്ടാക്കാൻ, അവരെ കല്യാണത്തിന് വേണ്ടി അധ്വാനിക്കുമ്പം ഒരു തവണെങ്കിലും ആ പെങ്ങളെ മകളെ ചേർത്ത് വെച്ച് നോക്കിയാ ഇന്നേ എന്റെ കല്യാണവും കുട്ടിന്റെ കാര്യവും വീടും മൊത്തേ ഇക്കാക്കിയാട്ടോ നോക്കിക്കണത്. ആ ഒരു ആദരവും ബഹുമാനം എനിക്കുണ്ടാകണട്ടോ എന്നൊരു വാചകം പറഞ്ഞിക്കണോ? ഇത് നമ്മൾ അറിയണം. അവന്റെ ജീവിതം, കുടുംബ ജീവിതം കടത്തിലും പലിശയിലും ആക്കുന്ന ഒരു ഏർപ്പാട് ഉമ്മമാരെ, വാപ്പമാരെ, കുടുംബാംഗങ്ങളെ ഉണ്ടാകരുത്.
തീരുമാനിക്കേണ്ട എന്താ അറിയോ? നമ്മക്കല്ല അനുവദിച്ചു തന്ന സമ്പത്ത് വർദ്ധിക്കാൻ ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കുക. 1,40,000 എന്ന് പറയുന്നത് ഹലാലല്ല. അല്ല അല്ല ബാക്കി അവനം പൂരിപ്പിക്കുക. അല്ല, മിമ്പർമെന്ന് 2 തവണ ഖുത്ബ പറഞ്ഞത് ഏതൊക്കെയാ നമുക്ക് ഹലാല്, ഏതൊക്കെയാ ഹലാലല്ല. പക്ഷെ ആർത്തി കൊണ്ട് എല്ലാ സംഗതിയിലും പോയി പെടുമ്പം അവനവന്റെ വീട് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ പെരീന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അവനവന്റെ കുടുംബത്തിൽ ഛിദ്ര കണ്ടായാൽ ബാപ്പാരന്മാരെ ജീവിച്ചിരിക്കെ മക്കൾ തല്ലൂടുന്നത് കാണേണ്ടി വരും. കുടുംബാംഗങ്ങളെ ബിസിനസ് ചെയ്യുമ്പം വീട് പൊട്ടിയാൽ, ബിസിനസ് പൊട്ടിയാൽ വീട്ടിൽ നിന്ന് കുടുംബത്തെ ഇറക്കുന്ന ഒരു ബിസിനസ്സും ചെയ്യരുത്. അതിന് എന്ത് റിസ്ക് എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര 2ാം നമ്പറാന്ന് പറഞ്ഞാലും 2ാം നമ്പറാന്ന് സമ്മതിക്കുക. ബാപ്പാനിമാനി പുറത്തേക്ക് എടുക്കുന്ന ഒരു ബിസിനസ്സും ചെയ്യരുത്. അതിന് ബർക്കത്തുണ്ടാവില്ല. 1000-ൽ ഒരാൾ ജയിച്ചിട്ടുണ്ടാവും. ആ റിസ്ക് എടുത്ത ബാപ്പിമ്മിൻ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കെ നമ്മളെ ശപിച്ച് ഈ ദുനിയാവെന്ന് മരിച്ചു പോണ കാണേണ്ടി വരും. നമ്മൾ അള്ളാഹ് അനുവദിച്ച മാർഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ റിസ്ക് എടുത്തോളി. പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത കടവും അള്ളാഹ് അനുവദിക്കാത്ത പലിശയും വീട്ടിലേക്ക് കയറ്റിയാൽ ആ കുടുംബത്തിൽ പടച്ചോന്റെ ശിക്ഷ നൽകാൻ നമ്മൾ അള്ളാഹ്ക്ക് അനുവാദം കൊടുക്കാന്ന ഹദീസ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് വായിക്കാം. ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ അൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് പട്ടിണി വരുന്നതിനെ കുറിച്ചിട്ടല്ല എനിക്ക് പേടി. പട്ടിണി വന്ന് പിന്നങ്ങള് കുഫ്റുക്കും ഇസ്ലാമിന്റെ പുറത്തേക്കും പോണിനെ പറ്റിയിട്ടല്ല എനിക്ക് പേടി. വലാകിന്നി അഖ്ശാ, പക്ഷെ ഞാൻ പേടിക്കുന്നത് അൻ തുബ്സിത അലൈക്കും അദ്ദുനിയ, ഈ ദുനിയാവ് നിങ്ങളുടെ മുന്നിൽ വിശാലമാക്കി അല്ലാഹ് വെച്ചരും, ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ. കമാ ബുസിതത് അലാ മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ ചിലർക്ക് അല്ലാഹ് കൊടുത്ത പോലെ ഇഷ്ടം പോലെ പൈസയും അതിനെ പറ്റിയ സാഹചര്യം, വണ്ടിയും വാഹനവും. ഗസയിലെ പോലെ പട്ടിണില്ലാത്തൊരു കാലം നിങ്ങൾക്ക് വരും. നമ്മളെ കാലതാണല്ലോ. 50ഉം 45ഉം ചരക്ക് കപ്പലുകളിൽ, വാഹനത്തിൽ ചരക്ക് കപ്പലുകളിൽ ഭക്ഷണവും മെഡിസിനുമായിട്ട് വരേണ്ട ഒരു നാടല്ലല്ലേ നമ്മളെ നാട്. നമ്മളെ പറ്റിയിട്ടാണ് നബിന്റെ വാക്ക്. അങ്ങനെ വരുന്നതാണ് എനിക്ക് പേടി. ഈ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് പേടി. കാരണം ഫതനാഫസുഹാ, അപ്പം നിങ്ങൾ പരസ്പരം മത്സരിക്കും. ഏട്ടത്തിന്റെ പേരങ്ങനെയല്ലേ, കുറയാൻ പറ്റൂലല്ലോ എന്ന് മഫ്തടുന്ന ളുഹാ നിസ്കാരത്തിന്റെ റക്അത്ത് ചോദിക്കണ പെണ്ണുങ്ങൾ ചോദിക്കാൻ തുടങ്ങും. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയല്ലേ പോകുന്നത്, നമ്മളെ കല്യാണം ചെറുതാക്കാൻ പറ്റൂലല്ലോ, അപ്പൊ എവിടുന്ന പൈസ? അത് വട്ടിപ്പലിശക്ക് എടുത്തിട്ടെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം കുളൂസാക്കണം എന്ന് പറയും. ഫതനാഫസുഹ, നിങ്ങൾ മത്സരിക്കും. കമാ തനാഫസുഹ, മുൻഗാമികൾ മത്സരിച്ച പോലെ. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കാറിയോ? വതുഹ്ലികകും കമാ അഹ്ലക്തുഹും, അവരെ അല്ലാഹ് നശിപ്പിച്ച പോലെ, അവരുടെ കുടുംബം ഛിന്നഭിന്നമായ പോലെ, അവരുടെ നാട് പടച്ചോൻ ഇഷ്ടല്ലാതായതുപോലെ നിങ്ങളുടെ നാടും നമ്മുടെ കുടുംബവും നമ്മളെയും പടച്ചോൻ നശിപ്പിക്കും. ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. മക്കളോട് പറയാനുള്ളത്, മക്കളെ, ഞാൻ വിവാഹം കഴിയാത്തതും ഞാൻ കഴിഞ്ഞൊക്കെമായ മക്കളോട്, നമ്മളെ വാപ്പാണ്ടും മാനോടെ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു നന്മ എന്താ അറിയും? നമ്മളൊപ്പമുള്ള ചങ്ങായിമാരതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും കഴിയണതും അവരുടെ പ്ലാനിൽ അവർക്ക് സംതൃപ്തിയുള്ളതുമായ ഒരു കാര്യത്തിന് നമുക്ക് അവരോട് പറയാം. ബാപ്പാനിമ്മാനി കടക്കാരാക്കിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവനാങ്ങട്ടന് വലുതാകുമ്പോഴേക്കും കല്യാണക്ക് കഴിയാണ്ടല്ലോ, തിരിച്ച് പള്ള നിറച്ചല്ല തരും. ഇത് ഞാൻ ഇങ്ങനെ പറയണെന്താ അറിയോ? ചില കുട്ടികളെ കാണാൻ കല്യാണത്തിന് വാപ്പാര് നൊലൊളിച്ച് വരും. എന്റെ മകള് പറഞ്ഞേക്കണ്, ഓള് B.Ed പഠിക്കുകയാണ്, LLBക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ M.Techന് പഠിക്കുകയാണ്. ഓളൊപ്പമുള്ള കൂട്ടുകാർക്കൊക്കെ 50 പവൻ വെച്ചിട്ട് കൊടുത്തിക്കണ്. എനിക്ക് വാപ്പ മിനിമം 50 പവനെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല.
50 പവൻ ബാപ്പാനോട്. ഒരു പവന് 19,000 റുപ്യാണ്. 50 പവൻ ഒരു കുട്ടിക്കല്ല, 2-3 പെൺകുട്ടികളുണ്ടാവും. എന്നിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി വാപ്പ ഗൾഫൊന്നും പോയില്ല, നാട്ടിൽ അധ്വാനിച്ചിട്ട് തികയില്ല. നാട്ടുകാരെ പള്ളിക്കാരോട് ചോദിക്കാൻ പറ്റും, അത് നടക്കണില്ല. ഇതെന്ത് ക്രൂരതയാ മക്കളെ, അങ്ങനെ ചെയ്യരുത്. വാപ്പാനോടും മാണോ അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു, അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരല്ലേ. ഒരു വാപ്പയമ്മയും, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയോ, ഒരു വാപ്പയമ്മയും ഗൾഫ് നാട്ടിൽ ഒരു വാപ്പ നിൽക്കണമെങ്കിൽ ആ വാപ്പാന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുതിയ നാട്ടിൽ നിന്നിട്ട് നിങ്ങളൊപ്പം നിൽക്കാനാണ്. അദ്ദേഹം അവിടെ നിൽക്കണ ഒറ്റ കാര്യത്തിനുള്ളൂ, നമുക്ക് വേണ്ടിയിട്ടാണ്. ചൂഷണം ചെയ്യരുത്. ആൺകുട്ടികളുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളെ തത്വവും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോർമുലയും സമാധാനത്തിൽ അള്ളാന്റെ കിതാബിന്റെ മുന്നിൽ മനസ്സ് വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക. ഈ പൈസ വാപ്പ മുമ്പ് എനിക്ക് തന്നിക്കണ് ബിസിനസ് നടത്താൻ, എന്റെ അത് പൊട്ടിക്കണ്, അത് എന്റെ മനസ്സിൽ ഉണ്ടാകണം. പൊട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനാ ഉണ്ടാക്കിയ പൈസ അല്ലല്ലോ. ബാപ്പാണ്ട് പറയുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ബാപ്പ, ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? വാപ്പ പറയാണ്, എടാ ഇന്നാലിനെ സംഗതി ചെയ്തോ. ഉമ്മ പറയണ ഇന്നാലിനെ സംഗതി ചെയ്തോ. ഓക്കെ, ഞാൻ നോക്കട്ടെ. സോ അങ്ങനെ ഒരു ചർച്ചയല്ലേ, അതിലല്ല അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാകുക. നിങ്ങൾ അവിടുത്തെ മക്കൾ എന്താ വാപ്പ കൊടുത്തുകണല്ലോ, ഇവിടുത്തെ ഉമ്മ കൊടുത്തുകണല്ലോ. സോളെ വാപ്പാണ്ട് മണ് വില പേശരുത്, അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല. കച്ചവടം ദുനിയാവിൽ ആർക്കും തുടങ്ങാം, ബിസിനസ് തുടങ്ങാം, പുതിയ ആശയം തുടങ്ങാം. അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായെങ്കിലേ വിജയിക്കുള്ളൂ. ആ വിജയത്തിന് ഉപ്പാന്റിമാന്റെ അനുഗ്രഹം വേണം. അവരോട് നല്ല പോലെ സംസാരിക്കണം. വാപ്പാനന്മാരിത് പെരയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയുന്നത്, പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തോന്നിയ പോലെ നമ്മൾ ആളുകൾക്ക് ഒപ്പിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് കണ്ടിട്ട് നമ്മളെ മക്കൾ വളരുന്നുണ്ട്. ഓൾക്ക് മനസ്സിലാവും, ബാപ്പാക്ക് പൈസ ഇല്ലാഞ്ഞിട്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി വാങ്ങിയത്, ഈ പെരെങ്ങനെ ആക്കിയത്. കടണ്ടായിട്ടും കല്യാണ പെരയ്ക്ക് ബാക്കിയുള്ളവരെക്കാളും വലിയ സമ്മാനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാര് പോകുമ്പോഴേ അതെന്തിനാ അമ്മ പോകുന്നത്, അവിടെ പോയിട്ട് ഞെളിയാനാണെന്ന് ഒരു മക്കൾക്ക് മനസ്സിലാവും. ഓലെന്താ അറിയോ, കയ്യിൽ കടായി നിൽക്കുമ്പോഴും UK പോയി പഠിക്കണം എന്നാണ് പറയും. ഞാൻ UK പോയി പഠിക്കുന്ന പറ്റിട്ട് അല്ലട പറഞ്ഞത്, ഓനോ പറയും. അപ്പൊ നമ്മൾ കയ്യിൽ പൈസ അല്ല, കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ വണ്ടി വാങ്ങി ഇത് ചോദിക്കും. അന്ന് നമുക്ക് നൊലോളി വരും. ജർമ്മനി പോണെന്ന് പറയും, കാനഡയിൽ പോണെന്ന് പറയും, ഐസ്ലാൻഡ് ഉഷാറാണെന്ന് പറയും. അതിനൊന്നല്ല കുഴപ്പം, നമുക്ക് കയ്യിൽ പൈസ ഇല്ലാതെ അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ 30 ലക്ഷം വേണമെന്ന് പറയും. ഉണ്ടായിക്കോളി, നിങ്ങളിപ്പോ ഇതൊക്കെ ഉണ്ടായിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്. ഇമ്മപ്പം ഇതൊക്കെ ഉണ്ടാക്കിയത്. ഉമ്മ ഓരോ കല്യാണത്തിന് പുതിയ ചുരിദാർ വാങ്ങണ്. അന്നിപ്പോ ബാപ്പ പറഞ്ഞില്ല കയ്യിൽ പൈസ ഇല്ല, അങ്ങോട്ട് ഉമ്മങ്ങൾ വാങ്ങിയിട്ടില്ല. ഇനിയോ ഞാൻ കഴിഞ്ഞ പെരുന്നാക്കിട്ടത് അതുകൊണ്ട് ഞാൻ അതെല്ലാരും കണ്ടതാണ്. ഇനിയിപ്പോ ഞാൻ കല്യാണത്തിന് വേറെ ചുരിദാർ വാങ്ങുള്ളൂ, അത് സാധാ വാങ്ങൂല, പാർട്ടി വേറെ വാങ്ങുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പറയണ എന്റെ മുന്നിൽ നല്ലേ. ഇനിയോ ഇന്റെ കാര്യം വരുമ്പോ നിങ്ങൾ ന്യായം അന്യായം ആയത്വാദീശം പറയലേ എന്ന് മക്കൾ പറഞ്ഞൊരു അവസ്ഥയ്ക്ക് വീടെത്തിക്കരുത്. അന്നും നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ മിമ്പർമെന്ന് കേട്ടതൊക്കെ വഹിയാണെന്ന് അപ്പൊ മനസ്സിലാവും. ദയവ് ചെയ്ത് നമ്മളുടെ കുടുംബത്തിന് കഴിയുന്ന രൂപത്തിൽ നമ്മളെ വീട് ക്രമീകരിക്കണം. ഉമ്മാരെ നിങ്ങൾ മുന്നിൽ നിൽക്കണം. നിങ്ങൾ നിന്നാ ഒരു വീട് ഹൈറിലാകും. ഒരു ബാപ്പാക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിൽ, ആനന്ദത്തിൽ, അതിന്റെ അർത്ഥം പിശുക്കത്തലെന്നല്ല, കഴിയുന്നത് പോലെ ആ വീട് സന്തോഷത്തിൽ കൊണ്ടുപോകാൻ കഴിയണം. മക്കൾ കൂടെ നിൽക്കണം. അപ്പോൾ ആ വീട്ടിൽ സന്തോഷിക്കാൻ കഴിയും. ആ ഉള്ള വീട്ടില്, ആ ഉള്ള വണ്ടിയില് വന്നിട്ട് ബാപ്പിമ്മി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് മക്കളോട് വർത്താനം പറഞ്ഞ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അറിയോ? ഉംറക്ക് പോകാൻ പൈസ ഉണ്ടാവും, മനസ്സിൽ എണ്ണിക്കോളിൻ. ഹജ്ജിനെടുത്തേക്കാൻ പൈസ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും പള്ളി നിർമ്മാണം ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി വീട് കയറ്റാവിലേക്ക് പൈസ ഉണ്ടാവും. ഉളിയത്തിന് ചേരാൻ പൈസ ഉണ്ടാകും. എല്ലാത്തിനും പൈസ ഉണ്ടാവും. നമ്മൾ ആർഭാട ജീവിതം നടത്തിയിട്ട് കടം വാങ്ങി പലിശ ഉണ്ടായാലോ ഉളിയത്തിന് ചേരാൻ പൈസ ഉണ്ടാവില്ല. ഹജ്ജിന് നമ്മുടെ ജീവിതത്തിൽ നടക്കൂല, ഉംറ നമ്മുടെ ജീവിതത്തിൽ നടക്കൂല. ഒരു സംഗതി അള്ളാഹുവിന് വേണ്ടി, അവനാന്റെ സ്വർഗത്തിന് വേണ്ടി ഒരു പള്ളിക്ക് പോലും സംഭാവന എടുക്കാൻ നമ്മളെ കൊണ്ട് നടക്കൂല. ആരാണ് യഥാർത്ഥ മുതലാളി? ആ 1200 സ്ക്വയർ ഫീറ്റിൽ ജീവിക്കണവനാണ്. അവനാണ് ഈ ദുനിയാവിലും സന്തോഷം കിട്ടിയവൻ, പരലോകത്ത് സ്വർഗം കിട്ടിയവൻ. നമ്മൾ നമ്മുടെ ജീവിതം ആർഭാടം കൊണ്ട്, ദുരഭിമാനം കൊണ്ട്, ആൾക്കാർക്കടിയിൽ ആളാകാൻ വേണ്ടി നശിപ്പിക്കരുത്. കുടുംബം തിരിച്ചു കിട്ടൂല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നാഥ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹറാമായ സമ്പാദ്യങ്ങൾ, കുടുംബത്തെ തകർക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ നാഥ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ കുടുംബത്തെ നീ മോചിപ്പിക്കണമേ റഹ്മാനെ.
അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഫലസ്തീനിലെ ഗസ്സയിൽ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബക്കാർ അങ്ങേയറ്റം പ്രയാസത്തിലാണ് നാഥ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്കറിയാം. കാരുണ്യവാനായ നാഥ, റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, ആ മക്കൾക്ക്, ആ നാടിന് നാഥ നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ അവർക്ക് ഭക്ഷണങ്ങളുമായി മരുന്നുകളുമായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സഹായവുമായി പോയ ആളുകൾക്ക് നാഥ അവിടെ നേരിടുന്ന പ്രയാസങ്ങളെ ഇല്ലാതെയാക്കി അവരിലേക്ക് അതേ സാധനങ്ങളും ഭക്ഷണങ്ങളും എത്തുവാൻ നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ തീവ്രവാദികളെ, ആ നാട്ടിൽ കൊടും ക്രൂരത ചെയ്യുന്ന ആളുകളെ നാഥ നീ നിന്ദരാക്കി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ തീവ്രവാദികളെയും ആ നാട്ടിലെ പാപങ്ങളെ കൊല്ലുന്നവർക്കും നാഥ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നീ നിന്ദത നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ആ നാടിനെയും ഞങ്ങളുടെ നാടിനെയും എല്ലാം സുരക്ഷിതത്വമുള്ള നന്മയുള്ള നാടാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി സാമ്പത്തികമായി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.